പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ മക്കളെ, പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, അതായത് ഈ നമുക്ക് എന്നും കുന്നിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അനുഗ്രഹം കൊണ്ട് നമ്മൾക്കാണ് പ്രയോജനം. പക്ഷെ ദൈവത്തിന് വേണ്ടപ്പെട്ടവരാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണം. ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അനുഗ്രഹത്തിന് പകരം കൃപ നമ്മൾക്കുണ്ടാകണം. കൃപ നമ്മൾക്കുണ്ടാകണമെങ്കിൽ, അഥവാ കൃപ നമ്മളിലേക്ക് വന്നു ചേർന്നാൽ എങ്ങനെ അറിയാൻ പറ്റുമെന്നൊരു സൂത്രപ്പണിയുണ്ട്. ഒരു വ്യക്തിയിൽ കൃപ നിറഞ്ഞാൽ അതെങ്ങനെ കൃപ നിറഞ്ഞ വ്യക്തിയാണെന്ന് അറിയാൻ എന്താണ് സൂത്രപ്പണി? നമ്മളെ കൃപയുണ്ടെന്ന് പറഞ്ഞ പല വ്യക്തികൾക്ക് കൃപയില്ല. സുവിശേഷ കൈമാറ്റത്തിനാണ് ദൈവം കൃപ അലോട്ട് ചെയ്യണത്. അപ്പോൾ എപ്പോഴും ഓർത്തേക്കണം, പ്രധാനമായിട്ടും മറ്റെല്ലാം ബ്ലെസ്സിങ്സാണ്. ഒരു ബ്ലെസ്ഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ ഒരു ഗ്രേസ്ഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ നോട്ട് ഓക്കെ. ഗ്രേസ്ഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർ ഗ്രേസ്ഡ് പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ഒരു കൃപ നിറഞ്ഞ ആളാണെങ്കിൽ അയാൾക്ക് ആരെങ്കിലും കാണുമ്പോഴൊക്കെ യേശുവിനെ കുറിച്ച് പറയാൻ തോന്നും, സുവിശേഷത്തെക്കുറിച്ച് പറയാൻ തോന്നും, അല്ലെങ്കിൽ സുവിശേഷം അവർ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് തോന്നും. കാര്യം കൃപയ്ക്ക് ഇവിടെ വെച്ചാണ് ഞങ്ങൾക്ക് ഇന്ന കാര്യത്തിനുള്ള കൃപ കിട്ടിയെന്നാണ് പറയണത്, അല്ലാതെ അനുഗ്രഹം കിട്ടിയെന്നല്ല പറയണത്. സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടത് കൃപയാണെന്നുള്ള സൂചനയാണ്. നമുക്ക് നടപടി പുസ്തകം വായിച്ച് 14:26. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. അപ്പോഴേ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ദൈവത്തിന്റെ കൃപ വേണ്ടത്. എന്താ? ദൈവത്തിന്റെ ശക്തി. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫക്റ്റ് ഓഫ് ദാറ്റ് പവർ. നമുക്ക് കിട്ടാൻ അനുഗ്രഹങ്ങളില്ലേ, അത് ഗ്രേസിന്. ഇപ്പം കറണ്ടാണ് കൃപയെങ്കിൽ അനുഗ്രഹം ഈ ബൾബിൻ്റെ വെളിച്ചമാകാം, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ശബ്ദമാകാം. അതാണ് ഇഫക്റ്റാണത്. കറണ്ട് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല, എന്തെല്ലാം ഉപകരണം ഉണ്ടായിട്ടും കാര്യമില്ല. അതാണ് കൃപയും അനുഗ്രഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതുകൊണ്ട് നിങ്ങൾ കൃപയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കൃപയുണ്ടെങ്കിൽ, കറണ്ട് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? മൈക്ക്, അതുപോലെ തന്നെ ലൈറ്റ്, പിന്നെ എന്താണ്, വേണേൽ വലിയ ബസ് വരെ ഇപ്പോൾ കറണ്ട് കൊണ്ട് ഓടിക്കേണ്ട ആൾക്കാരില്ലേ. അപ്പോൾ എന്ത് വേണേലും ചെയ്യാം നമുക്ക് കറണ്ട് ഉണ്ടെങ്കിൽ. കൃപയുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പഠിക്കാനുള്ള അനുഗ്രഹം ഓക്കെ, ആ പഠിക്കാൻ മാത്രം പറ്റും. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? കർത്താവേ, ഞങ്ങൾ കൃപ. ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? 17-ാം തീയതി എന്താ പ്രാർത്ഥിക്കുന്നത്? വെള്ളിയാഴ്ച എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, നീ ക്രൂശിക്കപ്പെട്ട ദിവസത്തെ അനുസ്മരണ ദിവസമാണത്. നീ പിതാവിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കർമ്മമാണത്. അതുകൊണ്ടാണ് നിൻ്റെ നാമത്തിൽ കൃപയെല്ലാം നിൻ്റെ നാമത്തിലായിരിക്കണത്. ആ കൃപ നീ പിതാവ് നിന്നെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ ഏറ്റെടുക്കാൻ, അതാണ് ഈശോ പറഞ്ഞില്ലേ, പിതാവിനെ ഏൽപ്പിച്ചതുപോലെ ഞാനും നിങ്ങളെ ഏൽപ്പിക്കുന്നു. ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 20:21. യോഹന്നാൻ 20:21. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്താണ്? എന്നിട്ട് ഈശോ പറയവേ, ഞാനും നിങ്ങളെ നിയോഗിക്കുന്നു. എന്താ നിയോഗിക്കണത്? 15-16 വായിച്ചേ. യോഹന്നാൻ 15:16. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനങ്ങൾ പറയാനോ, ഇപ്പൊ കൃപാസനത്തിൽ പത്രം കൊടുക്കുന്ന വലിയൊരു പ്രവർത്തനമല്ലേ. എല്ലാ കാടും മേടും മലയും ഒക്കെ ഇറങ്ങിയ ആൾക്കാർ പത്രം കൊടുക്കുന്നതല്ല, പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കാർ. അവരുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവം? അപ്പോൾ ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ നിയോഗിച്ചതാണെന്ന്. ആര് നിയോഗിച്ചു? എൻ്റെ പിതാവ് എന്നെ നിയോഗിച്ചതുപോലെ ഞാനും നിങ്ങളെ നിയോഗിച്ചു. അപ്പോൾ അങ്ങനെ നിയോഗം ഉള്ളപ്പോഴാണ് എന്താണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്? കൃപയാണ്. അതുകൊണ്ട് ആദ്യം എല്ലാ അനുഗ്രഹങ്ങളുടെയും അമ്മയായ കൃപ ആർജിക്കാൻ വേണ്ടി സുവിശേഷ വേല ചെയ്ത് കർത്താവിനെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യാൻ പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ വിലയുള്ളവരായി മാറും. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ 2 പേരെങ്കിലും കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് സംസാരിക്കാൻ
നിങ്ങളെ പരിശുദ്ധാത്മ ബലപ്പെടുത്തട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അമ്മേ, പരിശുദ്ധമ്മേ, അങ്ങയുടെ മക്കളെ ബലപ്പെടുത്തണം. ഈശോനെ കൈമാറാനുള്ള കൃപയും ആത്മശക്തിയും ആത്മബലവും അഭിഷേകമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ. ലാറ്റിൻ പീസ് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ ഈ പ്രഭാതത്തിൽ തന്നെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസ്ഥാനത്താരെ നടന്ന 10,000 ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കളെ ഈ നിമിഷം ആർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഈ ധ്യാനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കൃപ വലിയ പ്രസരിപ്പോടുകൂടി കർത്താവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ സംസാരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചർച്ചകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അടുക്കളമുള്ള അരങ്ങ് വരെ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ അരുവിയുടെ നിൻ്റെ വലതുകരത്തിൻ്റെ സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ആശ്രയിക്കപ്പെടട്ടെ. നിൻ്റെ സംസാരം ആശ്രയിക്കപ്പെടട്ടെ. ഇന്നത്തെ മുഴുവൻ നിൻ്റെ സംസാരങ്ങളും നടപ്പുകളും യാത്രകളും നീ ഉപയോഗിക്കുന്ന വാഹനങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ. നിൻ്റെ ഇടപാടുകൾ, കൊടുക്കവാങ്ങലുകൾ, ഇടപഴകലുകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ. നിനക്ക്, നിൻ്റെ ബുദ്ധിക്കോ നിൻ്റെ ശക്തിക്കോ നിൻ്റെ ചിന്തയ്ക്കോ നിൻ്റെ സങ്കല്പങ്ങൾക്കോ അതീതമായിട്ടുള്ള അവിസ്മരണീയവും അതുപോലെ തന്നെ അവിചാരിതവുമായിട്ടുള്ള എല്ലാ ഭാരങ്ങളെയും യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ ഇന്ന് സംഭവിക്കേണ്ട മുഴുവൻ കാരണങ്ങളും നീ ആശീർവദിക്കണം. മുഴുവൻ കാര്യങ്ങളും നീ ആശീർവദിക്കണം. ചതികൾ, മറ്റുള്ളവർ ഞങ്ങളെ ചതിയിൽപ്പെടുത്തുന്നവർ, കെണിയിൽപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്നവർ, ഞങ്ങളെ അകപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ ശക്തികളും ഇന്നത്തെ ദിവസം യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കരുണ കർത്താവെ, ഞങ്ങളുടെ ചിന്തകൾ, ബുദ്ധിയിൽ ആലോചനകൾ, തീരുമാനങ്ങൾ എല്ലാം പരിശുദ്ധാത്മ നയിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ വേണ്ടത്ര അറിവില്ലായ്മ കൊണ്ടോ വരാൻ സാധ്യതയുള്ള മുഴുവൻ തെറ്റായ തീരുമാനങ്ങൾ കർത്താവ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയും അതിനെ നേർവഴിയിലൂടെ നയിക്കുകയും ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അബദ്ധങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ എല്ലാ വിശുദ്ധന്മാരെയും മാരഹമാരെയും തിരുക്കുടുംബത്തിലെ മധ്യസ്ഥനാവിഷ്ടാനെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹൃദയം തകർന്നവരെ, മനസ്സ് ഇടിഞ്ഞവർ, ശരീരം തളർന്നവർ, രോഗത്തെ പീഡയാൽ വലയുന്നവർ എല്ലാവരും യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ അഭിവാദനങ്ങൾ, നിങ്ങളുടെ ചർച്ചകൾ, നിങ്ങളുടെ സമ്മേളനങ്ങൾ, നിങ്ങളുടെ എഴുത്തുകുത്തുകൾ, നിങ്ങളുടെ ഒപ്പിടലുകൾ എല്ലാം ക്രയവിക്രയങ്ങൾ, കൈമാറ്റങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഇന്നത്തെ ദിവസത്തിൽ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടി ആരാധനയുടെ ഈ ശുശ്രൂഷയിലൂടെ എപ്പോഴും അന്വേഷിക്കുന്നത് കർത്താവിനെ എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാം. എങ്ങനെയാണ് നമ്മളുടെ ഈ പ്രത്യേക ഹൃദയഭാരത്തിൻ്റെ കാലത്ത് എങ്ങനെയാണ് നമ്മൾക്ക് ജീവിത പ്രതിസന്ധിയിലേക്ക് ദൈവത്തെ എത്രയും വേഗം ഇടപെടുത്താം? ഇങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കലായിട്ടുള്ള വശങ്ങളാണ്, കുറച്ച് സാങ്കേതിക വിഷയങ്ങളാണ്, ആധ്യാത്മിക സാങ്കേതിക വിഷയങ്ങളെന്നാണ് ഞാനതിനെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉടമ്പടിയിൽ അന്വേഷിക്കുന്നത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തന്നെ ഒരു സാങ്കേതിക പ്രാർത്ഥനയാണ്, ടെക്നിക്കൽ പ്രെയറാണ്. നമ്മളതിൻ്റെ ഉടമ്പടി പുസ്തകത്തിൻ്റെ പേര് തന്നെ ഉടമ്പടി പദ്ധതിയും പ്രയോഗവുമെന്നാണ്. കാര്യം ഇറ്റ്സ് എ പ്രോജക്റ്റ്, അത് പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ വിസിബിലിറ്റി, അതിൻ്റെ ഫലപ്രാപ്തി, ആ ഫലപ്രാപ്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ദൈവാനുഭവത്തിൻ്റെ ഈ മേഖലകളിൽ നമുക്ക് മുമ്പേ സഞ്ചരിച്ചവരെ അനുവർത്തിച്ചിട്ടുള്ള മെത്തേഡുകൾ, രീതിശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ്?
അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായ ഒരു അന്വേഷണമാണ് എപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ വരുന്നത്. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഓൺലൈനിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ആരാധന ഇവിടെ എല്ലാം ഇരുന്ന് കൂടുന്നുവോ, മീഡിയയിലെ എപ്പോഴെല്ലാം കൂടുന്നുവോ അപ്പോഴെല്ലാം അവർക്ക് അനുഭവം കിട്ടുന്ന വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തനെ ഇപ്പോഴ് ആത്മാവിൽ സ്പർശിക്കണം. അനേകായിരങ്ങള് ഹൃദയം തകർന്ന് മനസ്സുനുറങ്ങി ജീവിതം വല്ലാത്ത അവസ്ഥയിലെ അതിജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവർക്ക് കരുത്തായി അവർക്ക് തുണയായി അമ്മയുടെ മധ്യസ്ഥതയിൽ യേശുവിന്റെ ശക്തി അവരാഗ്രഹിക്കുന്ന ജീവിത മണ്ഡലങ്ങളിൽ ആരാധനയുടെ സ്വർഗീയ നിമിഷത്തിൽ അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. വലിയ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. അമ്മയുടെ സ്നേഹം നുകരുവാനുള്ള കൃപ കൊടുക്കണമേ. അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സ്തോത്രം നിനക്ക്, ആരാധനയും നിനക്ക്, സ്തുതി നിനക്ക്, സ്തോത്രം നിനക്ക്, ആരാധനയും നിനക്ക്. കണ്ണിൽ നിന്നു കർപ്പൂരധാര ചൊരിയുന്ന കമനീയ രൂപനേ, കരളിൽ പീയൂഷമായി പൊഴിയുന്ന യേശു മഹേശനേ, കണ്ണിന്നു കർപ്പൂരധാര ചൊരിയുന്ന കമനീയ രൂപനേ, കരളിൽ പീയൂഷമായി പൊഴിയുന്ന യേശു മഹേശനേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഞാൻ വിശദീകരിച്ചായിരുന്നു. അതായത് എനിക്കതുകൊണ്ട് ആ സാക്ഷ്യം ടീച്ചർ, കോതമംഗലത്തെ ടീച്ചറിൻ്റെ സാക്ഷ്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിശദീകരിച്ചത്. ആ സാക്ഷ്യം വിശദീകരിച്ചപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു വിഷയം ഈ ഉടമ്പടി ധ്യാനത്തിന് സമയാതീതമായിട്ടുള്ള ഒരു അഭിഷേക ശക്തി ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഇന്ന് ആഗസ്റ്റ് 31 11:30 കൂടുന്ന ഈ ധ്യാനമില്ലേ, ഒരു പക്ഷേ നിങ്ങൾ 2025 ഏപ്രിൽ മാസം കൂടുമ്പോഴും ആ മൊബൈലിൽ നിന്ന് എടുത്തിട്ട് ആ ആരാധന കൂടുമ്പോഴും അതേ അനുഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പറയാൻ കാര്യം ഇപ്പോൾ കോതമംഗലത്തെ ടീച്ചറിൻ്റെ സാക്ഷ്യം നോക്കിയാൽ മതി, വല്ലാത്ത സാക്ഷ്യം. അത് നോക്കിയാൽ മതി. അതിപ്പോഴേ ഏതാണ്ട് 57,000 പേരോടും ഓൾറെഡി ആ സാക്ഷ്യം കണ്ടു കഴിഞ്ഞു. ദാറ്റ് മീൻസ് ജനങ്ങൾ ആ വിഷയം ആ സാക്ഷ്യം ഏറ്റെടുത്തുന്നതാണ് എൻ്റെ അർത്ഥം. ടീച്ചർ പറഞ്ഞു ഒരു കാര്യം എൻ്റെ മനസ്സിനെ എപ്പോഴും ബാധിച്ചത്, ഞാൻ ഇത് ടീച്ചറിൻ്റെയൊക്കെയെന്ന് മാത്രമല്ല വേറെ പല ആൾക്കാരുടെ സാക്ഷ്യത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ടീച്ചറിൻ്റെ ഒരു പ്രത്യേക രീതി പഴയ ഉടമ്പടി ധ്യാനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം ടീച്ചർ അടുക്കളയിൽ TV-യിൽ ഉടമ്പടി ധ്യാനം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാധനയുടെ സമയമായി കഴിഞ്ഞപ്പോൾ ആരാധനയിൽ അന്ന് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഞാൻ പറയുന്നുണ്ടായിരുന്നു, അത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കാര്യം ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ കർത്താവ് സാമ്പിൾ പോലെ കുറച്ച് സന്ദേശമൊക്കെ തരും, ദർശനമൊക്കെ തരും. അപ്പോൾ അതിൻ്റെ മനസ്സിനെ ഡിസൺ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഫുൾ അതിനെക്കുറിച്ച് ആന്തരികമായി കോൺഫിഡൻ്റ് ആണെങ്കിൽ ഞാൻ ഉടനെ അത് സദസ്സിനോട് പറയും. അതായത് ഇന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്, കർത്താവ് അങ്ങനെയുള്ള വിഷമം അനുഭവിക്കുന്ന വ്യക്തികളെ സ്പർശിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് കണ്ടത് കൈവെള്ള വിയർക്കുന്ന ഒരു ദർശനമാണ്. കൈവെള്ള വിയർക്കുന്നത്, ഞാൻ കൈവെള്ള വിയർക്കുമ്പോൾ അറിയാമല്ലോ ഭയങ്കര കാര്യം. ഇപ്പോൾ എല്ലാം ഈ കർപ്പിക്കലെന്ന് പറഞ്ഞാലും പരീക്ഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ടെൻഷനുണ്ടാകും. ഇപ്പം കൈവെള്ള വിയർക്കുന്ന നല്ല കാര്യമല്ലേ, അതിനെക്കുറിച്ചത് അതിൻ്റെ വിഷമം അനുഭവിക്കാത്തവർക്കത് മനസ്സിലാകത്തില്ല. പക്ഷേ
പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം കൈവെള്ളം വേർക്കണത് അവരുടെ ജീവിതം തന്നെ തീരണ ഒരവസ്ഥയാണ്. വെച്ചാൽ നമ്മളിങ്ങനെ കറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് വെള്ളം വേർത്ത് ആ പേപ്പറെ വീഴും. അപ്പോഴേ കറുപ്പിക്കുന്ന സ്ഥലത്ത് വെള്ളം വേർത്ത് വീഴുമ്പോൾ അതോടെ കരച്ചിട്ട് വലുതാകും. അപ്പോൾ ആകപ്പാടെ അതുകൊണ്ട് കമ്പ്യൂട്ടർ ഇത് ഡിക്റ്റേറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവായി പോകും. ഇങ്ങനെയുള്ള പേപ്പറെല്ലാം കമ്പ്യൂട്ടറിലാണ് ഡിക്റ്റേറ്റ് ചെയ്യണത്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിന് നേരത്തെ കൊടുത്തിരിക്കുന്ന ഡേറ്റ അനുസരിച്ചാണല്ലോ ഡിക്റ്റേഷൻ വരുന്നത്. ഇപ്പോൾ ചെറിയ കുത്തിന് പകരം വലിയ കുത്താണെങ്കിൽ ചിലപ്പോൾ കമ്പ്യൂട്ടർ ഡിക്റ്റേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം ചെയ്ത് അത് പരീക്ഷ എഴുതുന്നവർക്ക് മഷി കൊണ്ട് പേര കൊണ്ട് എഴുതുന്നവർക്ക് ഇതിനേക്കാൾ പ്രശ്നമാണ്. കാരണം അക്ഷരത്തിലെല്ലാം വീഴും. അപ്പം ഞാനിങ്ങനെ ഈ വിഷയത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവ് ആരെയോ ഈ മേഖലയിൽ സുഖപ്പെടുത്തുന്നതായിട്ട് തോന്നണ കൊണ്ടാണ് ഞാനിത് പറയണമെന്ന് പറഞ്ഞു. കാര്യം അത് അതായത് ഡിവൈഡ് ഓഫ് എനി ബേസ്മെൻറ്റ്, അങ്ങനെ ഒരു സാക്ഷ്യം, അങ്ങനെയാണ് ഡിസൈൻമെൻറ്റ് ഞാൻ എടുക്കുന്നത്. ഞാനെടുക്കുന്ന ഡിസൈൻമെൻറ്റ് ശാസ്ത്രത്തിൽ അത് തന്നെ പറയണത്. അതായത് നമ്മളുടെ ചിന്തകൾക്ക്, നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന ദർശനങ്ങൾ, ഇതിന് ഡിവൈഡ് ഓഫ് എനി ബേസ്മെൻറ്റ്, നമ്മൾ നേരത്തെ ചിന്തിച്ചതോ ഇന്നലെ ചിന്തിച്ചതോ ഇപ്പം ചിന്തിച്ചതോ കയറാവുന്ന പ്രാർത്ഥനയിൽ ഓർത്തതോ ഒന്നുമല്ലാതെ കേവലമായിട്ട് വരും. ഒരുപാടത്തും തട്ടിമുട്ടാതെ കേവല സന്ദേശം വരും. അപ്പം കേവല സന്ദേശം അത് 100% പരിശുദ്ധാത്മാവിൻ്റെ ആയിരിക്കും. അപ്പം അങ്ങനെ എനിക്ക് ആന്തരിക ബോധ്യം കിട്ടുമ്പോൾ ഞാനത് പറയും. അത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഈസ് ഹീലിംഗ്. അങ്ങനെയല്ല ധരിക്കേണ്ടത്. കർത്താവ് ഈ ആരാധനയിലുണ്ട്. ബുദ്ധിയും ബോധവും ഉള്ളവർ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അഭിഷേക നിലവാരത്തിലിരിക്കുന്നവർ ഉടനെ അവിടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയും, ഈ മെസ്സേജിൻ്റെ അർത്ഥം ഈ ആരാധനയെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിട്ടുണ്ട്. ആരാധനകളെ ഇപ്പം നിങ്ങൾക്ക് എല്ലാ ആരാധനകളെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചില ആരാധനകൾ യാന്ത്രിക ആരാധനകളാകും. നമ്മളത് യൂട്യൂബിൽ എന്തുമാത്രം ആരാധന കിടക്കണം, അത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അത് ശ്രവണാഭിഷേകം എന്ന് പറഞ്ഞ് വേറെ വിഷയമുണ്ട്. അതായത് കർത്താവ് ഒരു വചനം പറയുമ്പോൾ അത് ശ്രവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രത്യേക അഡീഷണൽ ഗ്രേസ് തരും. അതാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നൊക്കെ ഈശോ പറയത്തില്ലേ. ഇപ്പോൾ മത്തായി ശ്രീകാട് സുവിശേഷമില്ലേ 13:9 കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? മത്തായി ശ്രീകാട് സുവിശേഷം 13:9 കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്നാ പരിപാടി? എല്ലാത്തിനും ചെവിയില്ലേ? ചെവിയില്ലെന്നാണ് കർത്താവ് പറയണത്. ചെവിയില്ലെന്നാണ് പറയണത്. അതായത് വചനം കേൾക്കുന്നതിന് ദർ ഇസ് എ സ്പെഷ്യൽ ഹിയറിംഗ് അനോയിൻമെൻറ്റ്. ഒരു വചനം കേൾക്കുന്നതിനും ഇപ്പോൾ വചനം പറയുന്നതിന് അനോയിൻമെൻ്റ് ഉള്ളതുപോലെ തന്നെയാണ് വചനം കേൾക്കുന്നതിനും അനോയിൻമെൻ്റ് ഉണ്ട്. നിങ്ങളുടെ ചെവി ഒന്ന് പൊത്തിക്കേ, ഇതിങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ പൊത്തിക്കേ. അച്ഛനോട് പറ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ കേൾക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിച്ച് അങ്ങയുടെ വചനം ആദരവോടെ ആരാധനയോടെ സ്വീകരിക്കപ്പെടുവാനും എനിക്ക് ശ്രവണാഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. വചനം കേൾക്കുവാനും ശ്രവിക്കുവാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. അതിനായി പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്കും അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. മാലാഖമാരോട് കൂടെ ഞങ്ങളും മോഹനമായൊരു പാട്ടുപാടാം. മാലാഖമാരോട് കൂടെ ഞങ്ങളും മോഹനമായൊരു പാട്ടുപാടാം. മന്ത്രമനോഹര ഗീതികളാലേ മനമുരുകിയൊരു പാട്ടുപാടാം. മന്ത്രമനോഹര ഗീതികളാലേ മനമുരുകിയൊരു പാട്ടുപാടാം. കണ്ണിന്നു കർപ്പൂരധാര ചൊരിയുന്ന കമനീയ രൂപനേ, കരളിൽ പീയൂഷമാരി പൊഴിയുന്ന യേശു മഹേശനേ, സ്തുതി നിനക്ക്
സ്തുതി നിനക്ക്, സ്തോത്രം നിനക്ക്, ആരാധനയും നിനക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തിനാണ് ശ്രവണാഭിഷേകം ദൈവം കൊടുക്കുന്നത്? അഥവാ ശ്രവണാഭിഷേകം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? യു വിൽ ലോസ്റ്റ് ദ ഡിസൈപ്പിൾഷിപ്പ്. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. നാമമാത്രം അന്നാട് പുള്ളി ക്രിസ്ത്യാനിയാകാം, ഇല്ലേ? അതിന് കുഴപ്പമൊന്നുമില്ല. അന്നാട് പുള്ളി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നാമമാത്രം ക്രിസ്ത്യാനിയാകാം, അതിന് കുഴപ്പമില്ല. വചനവും വായിക്കാം, അതിന് കുഴപ്പമില്ല. വചനം ഗ്രഹിക്കുക എന്നുള്ളത് അതെന്തോരം ലളിതമായിരിക്കുന്നു. എന്താണ് ശ്രവണാഭിഷേകത്തിൻ്റെ ഗുണം? കഠിന വചനങ്ങൾ ലളിതമാക്കപ്പെടും. പരുത്തവ മൃദുവാക്കപ്പെടുമെന്ന് യോഹന്നാൻ മാതാനയുടെ വചനങ്ങളിലില്ലേ? അതുപോലെ തന്നെ കഠിന വചനങ്ങൾ ബേസിക്കായിട്ട് കഠിനമല്ല. പക്ഷേ ഒരാളിന് ശ്രവണാഭിഷേകത്തിന് ലഭിച്ചിരിക്കുന്ന ആനുപാതികം അനുസരിച്ച് കൊണ്ട് അയാൾക്ക് കഠിനമോ ലഘുവോ ആകാം. ഇപ്പോഴേ ഉദാഹരണം, യേശുക്രിസ്തുവിനെക്കുറിച്ച് ഈശോ പറയുന്ന ഭാഗങ്ങളിലെ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. അതുപോലെ പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം ഇസ് മൈ ബോഡി, എൻ്റെ ശരീരം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് അത് ലളിതമായിട്ട് തോന്നി, ഒരു പ്രശ്നമില്ല. പത്രോസിന് അത് ലളിതമായിട്ട് തോന്നി, ഒരു പ്രശ്നമില്ല. മത്തായിക്ക് അത് ലളിതമായിട്ട് തോന്നി, ഒരു പ്രശ്നമില്ല. പക്ഷെ വേറെ കുറേ ആൾക്കാരോട് നിൽപ്പുണ്ടായിരുന്നു, ശിഷ്യന്മാരെന്ന വേഷവും കെട്ടിയിട്ട്. അവന്മാർ പറഞ്ഞു, നോ ദിസ് ഇസ് ഹോട്ട്, ഈ വചനം കുറേ കഠിനമാണെന്ന് പറഞ്ഞ്. അതാണ് 6:60 നമ്മൾ വായിക്കണത്. യോഹന്നാൻ്റെ സുവിശേഷം 6:60 ഈ വചനം കഠിനമാണ്. ആർക്കാണ്? അവർക്ക് മാത്രമാണ്. പത്രോസ് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങേർക്കൊരു വചനം കഠിനമല്ല. എന്താ കാര്യം? അയാൾക്ക് കേൾക്കാനുള്ള ചെവി കിട്ടിയിട്ടുണ്ട്, ശ്രവണാഭിഷേകം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വചനം ബേസിക്കായിട്ട് ലളിതമാണ്. ചില ആൾക്കാർക്കത് കഠിനമായി മാറുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദർ ഫെയ്ത്ത്. അത് അവർക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വചനം അവർക്ക് ലളിതമോ കഠിനമോ ആകുന്നത്. ഇപ്പോഴേ ഹെബ്രായർ നമ്മൾ വായിക്കുന്നില്ലേ 4:2 ഹെബ്രായർ 4:2 എന്താ എഴുതിയിരിക്കുന്നത്? അവർ കേട്ട വചനം, ഏറ്റു പറഞ്ഞേ, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരതിൽ വിശ്വസിച്ചില്ല. അതാണ് പ്രശ്നം. വചനത്തിൻ്റെ അല്ല പ്രശ്നം. വചനം ലളിതമോ കഠിനമോ ആകുന്നത് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചാണ്. എന്തുമാത്രം വിശ്വാസം. ഇപ്പം യേശു ഒരു കാര്യം പറഞ്ഞാൽ എനിക്കതിൽ ലളിതമായിട്ട് തോന്നാൻ കാര്യം തോമാശ്ലീഹയുടെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. തോമാശ്ലീഹയുടെ വിശ്വാസമാണ് ഏറ്റവും ലളിതമായ വിശ്വാസം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ യേശു ഇപ്പം ലാസറിനെ ഉയർപ്പിക്കാൻ പോകുമ്പോഴേ നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് എന്ന് പറയുമ്പോൾ പത്രോസ് പറയും ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ എന്ന് പറയും. അപ്പോഴെന്താണ്? ആ വചനം പത്രോസിന് കഠിനമായി. അപ്പോൾ തോമാസ് ലഹായിക്ക് ആ വചനം ലളിതമാണ്. എന്താ? ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ട,
നമ്മൾ വെറുതെ പോയി പണി മേടിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ആ വചനം നടപ്പിൽ വരുത്തുന്നതിന് വിമുഖത കാണിച്ചുകൊണ്ട് വചനം കഠിനമായി നിൽക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ തോമാസിലേക്ക് ആ വചനം ലഘുവാണ്. എന്താണ്? തോമാസ്ലീഹ പറഞ്ഞു, കൂടിപ്പോയാൽ എന്നാ സംഭവിക്കും? മരിക്കുമായിരിക്കും. അതിൻ്റെ അപ്പുറത്തൊന്നും സംഭവിക്കത്തില്ലല്ലോ, നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാം. അത് അപ്പോഴ് തോമസിലേക്ക് വളരെ കഠിനമായൊരു വചനമാണ്, വളരെ ലഘുവായിരിക്കണത്. അതാണ് നമ്മൾ വായിക്കുന്നത് 11-16 യോഹന്നാൻ്റെ സുവിശേഷം. നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം. അപ്പോൾ സ്വന്തം ജീവനേക്കാൾ യേശുവിനെ സ്നേഹിച്ചത് കൊണ്ടാണ് തോമാസിലേക്കയ്ക്ക് വചനം പത്രോസിനേക്കാൾ ലഘുവായിട്ട് തോന്നിയത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വചനം കഠിനമായി തോന്നലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫർ അക്കോർഡിംഗ് ടു ദി ലവ് ആൻഡ് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് യു ഹാവ് വിത്ത് ജീസസ്, ടുവേഴ്സ് ജീസസ്. കർത്താവിൻ്റെ എന്നോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പമാണ് നമുക്ക് വചനം ലഘുവോ കഠിനവുമായി തീരണത്. ഇപ്പോൾ വചനത്തിൻ്റെ പ്രശ്നമല്ല ഇത്. പിന്നെ എന്തിൻ്റെ പ്രശ്നമാണ്? നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ കൂടുതലോ കുറവോ ആണ് വിഷയം. നമുക്ക് കർത്താവിനോടുള്ള സ്നേഹ വിശ്വാസത്തിൻ്റെ കൂടുതലോ കുറവാണ് വിഷയം. ദാറ്റ് മീൻസ് കർത്താവിനുള്ള പ്രത്യാശയുടെ കൂടുതലോ കുറവോ. വിശ്വാസം അല്ല പ്രശ്നം. വിശ്വാസം എപ്പോഴും വരണത് ഒരു വ്യക്തിയോടാണ്. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ചില സമയത്ത് ഈ വചനം വന്നുകൊണ്ട് പ്രസംഗിക്കാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ. അല്ല, മനഃപൂർവ്വം ചോദിക്കണമല്ല, പറഞ്ഞിരിക്കണതിൻ്റെ ഇടയിൽ ആവേശം കയറി തലവെച്ചോണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വചനം ആരാധനാക്രമത്തിലൊക്കെ വരുമ്പോൾ വചനം തലക്ക് മുകളിൽ പിടിച്ചുകൊണ്ട് തന്നെ കാണാം. ചിലപ്പോൾ വാൾട്ടർ ബോയ്സ് പിടിക്കും, ചിലപ്പോൾ അച്ഛന്മാർ പിടിക്കും, ചിലപ്പോൾ മെത്രന്മാർ പിടിക്കും. വചനം തലക്ക് മുകളിൽ പിടിക്കും. വചനം തലയെ വെച്ചാലും തലക്ക് മുകളിൽ പിടിച്ചാലും നമ്മൾ അതിൽ വിശ്വസിക്കാത്തതും കാലം ഇത് വെറുതെ ഒരു കഥപുസ്തകമാണ്. നമ്മൾ ഇതിൽ വിശ്വസിക്കാത്തതും കാലം ഇത് തലയെ വെച്ചിട്ടും കാര്യമില്ല, കക്ഷത്ത് വെച്ചിട്ടും കാര്യമില്ല. ഇത് വെറും കഥപുസ്തകമാണ്. കാര്യം നമ്മൾ വിശ്വസിക്കുന്നത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള വാക്കുകളിലല്ല, ഈ വാക്കുകൾ പറഞ്ഞ ഒരു മനുഷ്യനിലാണ്. ഈ ഗോട്ടപ്പായൻ ഒക്കെ മനസ്സിലായോ? എന്നെ ശ്രദ്ധിക്കണം നിങ്ങൾ. അതായത് നമ്മൾ വിശ്വസിക്കണത് ഈ വചനം വായിക്കുമ്പോൾ ചില ആൾക്കാർ പറയും വചനം 1000 വട്ടം എഴുതാം, അല്ലെങ്കിൽ 10,000 വട്ടം വായിക്കാം. നിങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ്മെൻ്റ് എന്താണ്? ഈ വചനം പറഞ്ഞു തന്ന ഒരാളിലുള്ള വിശ്വാസം, ഈ വചനം നമുക്ക് പറഞ്ഞു തന്ന ആളിലുള്ള ഒരു സ്നേഹം, ഈ വചനം നമുക്ക് പറഞ്ഞു തന്ന ആളിലുള്ള ഒരു പ്രത്യാശ, അത് നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ നീ ഈ വചനം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് ദൈവത്തിൻ്റെ വചനമായി നിനക്ക് അനുഭവപ്പെടത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിലുള്ള വിശ്വാസം, കർത്താവിലുള്ള സ്നേഹം, കർത്താവിലുള്ള പ്രത്യാശ. ഇതാണ് വചനത്തേക്കാൾ പ്രധാനപ്പെട്ടത്. നമ്മളെഴുതുന്ന ബൈബിളിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്താ? ആ ബൈബിളിൻ്റെ വാക്കുകൾ നമുക്ക് പറഞ്ഞു തന്ന വ്യക്തിയിലുള്ള നമ്മുടെ വിശ്വാസം. ആ വിശ്വാസമാണ് വചനത്തിലുള്ള വിശ്വാസം എന്ന് പറയണത്. ഇപ്പം ചില ആൾക്കാർക്ക് വിചാരിക്കും ഈ പുസ്തകത്തിലുള്ള വിശ്വാസമാണെന്ന്. പുസ്തകത്തിലുള്ള വിശ്വാസമല്ല. ഈ പുസ്തകത്തിലെ വചനങ്ങൾ സ്പെൽ ഔട്ട് ചെയ്ത ആളുണ്ട്. ആ സ്പെൽ ഔട്ട് ചെയ്ത വ്യക്തിയിലുള്ള, ദാറ്റ് മീൻസ് ബേസിക്കലി അവർ ഫെയ്ത്ത് ഈസ് ഫെയ്ത്ത് ഇൻ എ പേഴ്സൺ, നോട്ട് ഇൻ എ വേർഡ്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലാണ്. ആരിലാണ്? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരുമിച്ച് വസിക്കുന്ന പിതാവായ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ്. ഹെബ്രായർ എന്താണ് അങ്ങനെ പറയണത്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, അവരതിൽ വിശ്വസിച്ചില്ല എന്ന് 4:2 എന്താ പറയണത്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ആ വചനം പറഞ്ഞ ആളെ വിശ്വസിക്കണം. തോമാശ്ലീഹായ്ക്ക് വചനം ലഘുവായി തോന്നിയത് എന്താ കാരണം? തോമാശ്ലീഹയ്ക്ക് അത്ര ഇഷ്ടമായിരുന്നു ഈശോനോട്. അതാണ് പ്രശ്നം. നമുക്ക് വചനം ലഘുവായി തോന്നണമെങ്കിൽ പത്രോസിന് ആ സമയത്ത് കഠിനമായി തോന്നി. കാര്യം എന്താണ്?
കഴിഞ്ഞ ആഴ്ച സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴേ അവിടെ നിന്ന് എറിയാൻ കല്ലുകളെടുത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ബethനിയിൽ നിന്ന് ബെത്ബഹയിൽ വന്ന് താമസിക്കുന്നത്. ഇനിയിപ്പോൾ ലാസ്റ്റർ മരിച്ചു എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ പഴയ കല്ലുബ്രൊക്കെ വെച്ചിരിക്കുന്ന കക്ഷികൾ നമ്മൾ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഉറങ്ങണം, ഉറങ്ങട്ടെ, അവൻ സുഖം പ്രാപിച്ചു കൊള്ളും. അല്ല, അവൻ മരിച്ചുപോയി എന്ന് ഈശോ പറയും. ഞാൻ അവിടെ ഇല്ലാതിരുന്നതിന് നിങ്ങളെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്താ കാര്യം? വിശ്വാസത്തിൻ്റെ ഒരു പാഠം പഠിപ്പിക്കുക. ഞാൻ അവിടെ ഇല്ലാതിരുന്നതിന് നിങ്ങളെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്താണ് കാര്യം? വിശ്വാസത്തിൻ്റെ ഒരു പാഠം പഠിപ്പിക്കുക. എന്താണ് വിശ്വാസത്തിൻ്റെ പാഠം? അതാരെയാണ് ആദ്യം പഠിപ്പിച്ചത്? അത് പഠിപ്പിച്ചത്, വിശ്വാസത്തിൻ്റെ ഒരു പാഠം പഠിപ്പിച്ചത്, ആദ്യം പഠിപ്പിച്ചത് ആരെയാണ്? അപ്പോസ്തലന്മാരല്ല, ഒരു ചേട്ടത്തിനെയാണ് പഠിപ്പിച്ചത്. ഞാൻ അവിടെ ഇല്ലാതിരുന്നതിന് നിങ്ങളെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഈശോയ്ക്ക് വിശ്വാസത്തിൻ്റെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിയും. ഉണ്ടായിരുന്നെങ്കിൽ പറ്റത്തില്ലായിരുന്നു, ലാസർ മരിക്കത്തില്ലായിരുന്നു. മറിയവും മാർത്തായും അത് പറയുന്നുണ്ട്, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ പാഠമില്ല. അപ്പം ചില സമയത്ത് കർത്താവ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും കർത്താവ് ഉണ്ടായിരിക്കണത് അത്ര നല്ലുള്ള കാര്യമല്ല. മനസ്സിലായില്ലേ? ഇപ്പം നീ പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കണില്ല, ദൈവം ഇല്ല, ദാറ്റ്സ് ഓക്കെ, ക്ലിയർ. അപ്പോഴും കർത്താവ് എന്താ പറയണത്? ഞാൻ ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഇവിടെ ആബ്സെൻ്റ് ആയിരിക്കണത് നിന്നെ പ്രതി ഞാൻ എൻ്റെ പിതാവിന് നന്ദി പറയുന്നു. എന്താ? വിശ്വാസത്തിൻ്റെ ഒരു പാഠം നീ ഇതിലൂടെ പഠിക്കും. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം. പൂർണ്ണമായുള്ള വിശ്വാസം, ഹൃദയത്തിൽ അടിയുറച്ച വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. വിശ്വാസവും ദൈവസ്നേഹവും വർദ്ധിപ്പിച്ച് ഈശോയെ വചനം ലഘുവായി അനുഭവിക്കുവാൻ